പിന്നെ പ്രസക്തമായൊരു വിഷയം ഇവിടെ വരുന്നത്, ഈ ജാഗ്രത സംസ്കാരത്തിനനുസരിച്ച് സ്വപ്നം എന്ന് പറയും. ശരിയാണ്, സ്വപ്നം സംസ്കാരത്തെ ഉണ്ടാക്കില്ലേ? ഉണ്ടാക്കും, തീർച്ചയായിട്ടും ഉണ്ടാക്കും. പക്ഷെ സാമാന്യമായിട്ടത് പറയണ്ട, സാമാന്യമായിട്ടത് പറയേണ്ടതില്ല. എന്തുകൊണ്ടെന്നാൽ സാമാന്യമായിട്ട് ജാഗ്രത സംസ്കാരത്തിനനുസരിച്ച് സ്വപ്നം എന്ന് പറഞ്ഞാൽ മതി എന്ന് അത്രയേ ഉള്ളൂ എന്നാരും പറഞ്ഞേക്കരുത്. സ്വപ്ന സംസ്കാരത്തിനനുസരിച്ച് ജാഗ്രത ഉണ്ട്. ഉണ്ട്, അനുഭവമുണ്ട്. ഒരു ആളും അയാളുടെ പത്നിയും രണ്ടുപേരും ആശ്രമത്തിൽ വന്നു. അപ്പൊ ഇയാൾ ആദ്യം വന്നിട്ടുണ്ട് ഒറ്റയ്ക്ക്. അതിന്റെ ശബ്ദത്തിൽ മാറ്റം ഉണ്ടല്ലോ കൂട്ടാ, കുറച്ചും കൂടി കൂട്ടണം. അത് മറ്റേ കീർത്തനങ്ങൾ ചൊല്ലുമ്പോൾ കുറച്ച് വെക്കുമ്പോൾ പിന്നെ അത് കൂട്ടാൻ മറക്കുക. അപ്പൊ ഇയാൾ ആദ്യം വന്നിട്ടുണ്ട്. അപ്പൊ ഈ മനുഷ്യൻ വളരെ സ്നേഹസമ്പന്നനായ ഒരാള്, വളരെ സ്നേഹത്തോടു കൂടി പത്നിയോട് വ്യവഹരിക്കുന്ന ആള്, കുടുംബജീവിതത്തിന് അമിതമായ പ്രാധാന്യം കൊടുക്കുന്ന ആള്, അങ്ങനെയൊക്കെയുള്ള വ്യക്തിയാണ്. കോഴിക്കോട് ജില്ലയിലാണ്, കൊയിലാണ്ടിക്ക് അടുത്ത്. അപ്പൊ ഇയാള് രാത്രി ഇവര് വിശ്രമിച്ചു കഴിഞ്ഞാൽ മറ്റൊരു സ്ത്രീയുടെ അടുത്തേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇവളുടെ കാഴ്ചപ്പാട്. അങ്ങനെ 1-2 പ്രാവശ്യം ഇയാളെ കൊല്ലാൻ വേണ്ടിയിട്ട് അവള് നോക്കി, പത്നി നോക്കി. ഇതാണ് കേസ്. ഈ കാര്യമൊക്കെ പറഞ്ഞ് ഞാൻ രണ്ടാളും കൂടി വരുമെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടാളും കൂടി വന്നു. വളരെ സ്നേഹമാണ് രണ്ടാൾക്കും, സ്നേഹത്തിന്റെ ആധിക്യമാണ്. ഇത് കഥയല്ല, ഉണ്ടായതാണ്. ഇപ്പോ ഇതിനു മുമ്പ് അവര് പല കൗൺസിലിങ്ങിന് കൊണ്ടുപോയിട്ടുണ്ട്, ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല. അപ്പൊ എല്ലാം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു, കുറച്ച് കടുത്ത കൈയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, വളരെ ജാഗ്രതയോടുകൂടി ഇരിക്കണം. തയ്യാറുണ്ടോ? തയ്യാറുണ്ടോ സ്വാമി, എന്ത് പറഞ്ഞാലും ഞാൻ തയ്യാറാണ്. എന്നാ പിന്നെ ഉറങ്ങരുത് ഒരാഴ്ചത്തേക്ക്. നിങ്ങൾ പകല് പണിക്ക് പോണത് ഒഴിവാക്കി ഏതെങ്കിലും നാട്ടിൽ പോയി കിടന്ന് ഉറങ്ങിക്കോളൂ. പത്നിയോട് പണിക്ക് പോകാന്ന് പറഞ്ഞാൽ മതി. സുഖമായിട്ട് ഉറങ്ങാം, രാത്രി ഉറങ്ങാൻ പാടില്ല. ഉറങ്ങിയാൽ നിങ്ങളെ ജീവൻ പോകും. അങ്ങനത്തെ പരീക്ഷണമാണ് ഞാൻ ചെയ്യാൻ പോണത്. ഞാൻ ഉറങ്ങില്ല സ്വാമി. പത്നിയോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾ നല്ലൊരു വെട്ടുകത്തി ഈ കിടക്കുന്നതിൻ്റെ അടിയിൽ വെക്കണം. കട്ടില്ല കിടക്കണം. ഏവൻ പോകുമ്പോൾ വെട്ടണം, അല്ലാത്തപ്പോൾ വെട്ടിയിട്ട് കാര്യമില്ല. നിങ്ങൾ പകൽ അവൻ്റെ അടുത്തേക്ക് വെട്ടാൻ പോകും, എന്താ ആവശ്യമാണ്? നിങ്ങൾക്ക് വല്ല തെളിവുണ്ടോ? ഒരു തെളിവില്ല. നിങ്ങൾ ആരോപിക്കുക മാത്രമാണ് ചെയ്യണം. നിങ്ങളെടുത്ത് തെളിവുണ്ടാകുമ്പം വെട്ടണം അവനെ. ചതിക്കുക അങ്ങനെ. അത് വലിയ സന്തോഷമായി, ഏറ്റു. ഞാൻ ഇയാളോട് വീണ്ടും പറഞ്ഞു, ശ്രദ്ധിക്കണേ. അതോടുകൂടി പ്രശ്നം കഴിഞ്ഞു. കാരണം ഇയാള് രാത്രി പതുക്കെ ഇറങ്ങി നടക്കുകയാണ്. ആ സമയത്ത് അപ്പൊ നോക്കും, പാവം അവിടെ കിടക്കണം, അടുത്ത് കിടക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ സംഭവിച്ചത് എന്താ? ഇവിടെ സംഭവിച്ചത്, ഒരേ സ്വപ്നം നിരന്തരം കണ്ടാൽ, ഒരേ സങ്കല്പം നിരന്തരം വളർത്തിയാൽ അത് സംസ്കാരത്തെ ഉണ്ടാക്കും. ആ സംസ്കാരം ജാഗ്രതയിലേക്ക് സ്വാധീനിക്കും. ഒരു സംശയം പറയുന്നത് നേരിട്ട് അനുഭവിച്ച് മനസ്സിലാക്കിയിട്ടുള്ള വിഷയമാണ്. എന്തായാലും അവർ രക്ഷപ്പെട്ടു, സന്തോഷമായിട്ട് ജീവിക്കുന്നു. ഇപ്പൊ കുറെ കാലമായിട്ട് ബന്ധമില്ല. ഇതൊരു 10-25 കൊല്ലം മുമ്പുണ്ടായ സംഭവമാണ്. നമ്മൾ എത്രയോ പ്രഭാഷണങ്ങളിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും ഈ ജാഗ്രതയിൽ നടക്കുക ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും ഒരു സ്വപ്നാടനത്തിലായിരിക്കും. പലപ്പോഴും അങ്ങനെ സങ്കല്പം കൊണ്ട് ഒരാൾ മറ്റേയാളെ പറ്റി ഓരോരോ സങ്കല്പം മെനഞ്ഞെടുത്താൽ പിന്നെ അതേ കാണുള്ളൂ. അങ്ങനെയാണ് കുടുംബങ്ങൾ അധികവും ശിഥിലാവുന്നത്. കുടുംബ ബന്ധങ്ങൾ അധികവും ശിഥിലാവുന്നത് ഇങ്ങനെയാണ്. ചിന്തിക്കുക. അപ്പൊ നിരന്തരം ഏത് വൃത്തിയെ നമ്മൾ വളർത്തിയാലും തത്ഫലമായി സംസ്കാരം ഉണ്ടാവും. ആ സംസ്കാരം കാര്യത്തെ ചെയ്യും.
ശരി, അപ്പൊ സ്വപ്നത്തിൽ അതേ ജീവൻ സുഖദുഃഖ ഭോക്താവായി. ആ സുഖദുഃഖ ഭോക്താവായത് എങ്ങനെയാണ്? സ്വമായയാ കൽപ്പിത ജീവലോകെ, സ്വന്തം മായയാൽ കൽപ്പിച്ച ജീവലോകത്തിലാണ്. കൽപ്പിച്ചുണ്ടാക്കിയ ലോകമാണ് അത്, ജീവലോകം തന്നെയാ. അപ്പൊ മറ്റത് ജീവലോകല്ലേ? അതും കൽപ്പിതമല്ലേ? എന്താ വ്യത്യാസം? അത് ഈശ്വര കൽപ്പിതമായ ജീവലോകമാണ്, ഇത് ജീവകൽപ്പിതമായ ജീവലോകമാണ്. രണ്ടാളുടെ കൽപ്പനയാണ്. ഈശ്വരൻ കൽപ്പിച്ച ജീവലോകമാണ് നമ്മളെ ജാഗ്രത ലോകം, ജീവൻ കൽപ്പിച്ച ജീവലോകമാണ് സ്വപ്നലോകം. അതുകൊണ്ട് അവിടെ കുറച്ച് സ്ഥൈര്യമുണ്ട്, ഇവിടെ സ്ഥൈര്യം ഇല്ല, അത്രയേ ഉള്ളൂ. ബാക്കി രണ്ടും സ്വപ്നം കണക്ക് തന്നെയാണ്. സ്വപ്നം രണ്ട് കണക്ക് തന്നെയാണ്. ഏതായാലും ഇതില് എന്താ ഗോളകം ഇല്ലാത്തതാണെങ്കിലും ഇന്ദ്രിയമുണ്ടാകും, ഗോളകം ഉണ്ടെങ്കിലും ഇന്ദ്രിയത്തിന്റെ അത്യന്താഭാവം ഉണ്ടാവാം. ഇല്ലാണ്ടെന്താ? ഗോളകത്തിന്റെ കേടുള്ളവർക്ക് കണ്ണ് മാറ്റി വെച്ചാൽ കാഴ്ച വരും, ചെവി മാറ്റി വെച്ചാൽ കേൾവി വരും. ചെവി മാറ്റി വെക്കലെന്ന് കണ്ടുപിടിച്ചിട്ടില്ല, എങ്കിലും നാളെ കണ്ടുപിടിക്കും. അത് ഗോളകത്തിന്റെ അഭാവമാണ്. അതിസൂക്ഷ്മമായ ഇന്ദ്രിയം ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇന്ദ്രിയം പ്രകാശിക്കുന്ന അവസ്ഥയിൽ കേവലം ബാഹ്യഗോളകം മാത്രമല്ല, അതിസൂക്ഷ്മങ്ങളായ ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിനെ നമ്മൾ നാഡീവ്യവസ്ഥ എന്നോ എന്ത് വേണമെങ്കിൽ വിളിച്ചോ. അതിന്റെ അത്യന്താഭാവമാണ് പറഞ്ഞത് ഇന്ദ്രിയ ശബ്ദം കൊണ്ട്. കേവലം ഗോളകം എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കുന്നു. അതുകൊണ്ടാണ് ഗോളകം എന്ന് പറയാതെ ഇന്ദ്രിയം എന്ന് പറയുന്നത്. ശരി, ഇവിടെ സ്വമായയാ കൽപ്പിത ജീവലോകം, സ്വന്തം മായാൽ കൽപ്പിതമായ ജീവലോകത്തിൽ സുഖദുഃഖ ഭോക്താവാകുന്നു. നമുക്കൊക്കെ ജീവിതത്തിൽ നിത്യവും വിവിധങ്ങളായ അനുഭവങ്ങളെ നേടിയിട്ടാണ് നമ്മളെല്ലാം കഴിഞ്ഞു പോകുന്നത്. നിത്യവും ഒരേ വിഷയം തന്നെ നമ്മുടെ ജീവിതത്തിൽ 10,000 പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ടാവും, ഇല്ലേ? ഇന്നലെ ചെയ്തതൊക്കെ തന്നെയല്ലേ പ്രായണ ഇന്നും ചെയ്യുന്നത്? അതെ, ഞാൻ ചെയ്ത് തന്നെ ഇന്നലെയും ചെയ്യുന്നത്. അപ്പോ ഒരേ വിഷയം അഥവാ ആശയം ആയിരക്കണക്കിന് പ്രാവശ്യം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആവർത്തിക്കുന്നുണ്ടാവും. സമാനമായ അനുഭവങ്ങൾ നിരവധി ഉണ്ടാവുമല്ലോ, വ്യക്തമാണല്ലോ. സമാനങ്ങളായ അനുഭവങ്ങൾ നമുക്കൊക്കെ നിരവധി ഉണ്ടാവും. എങ്കിലും ചിലത് നമ്മളിൽ ഒരു 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 സ്വാധീനം ചെയ്യുന്ന രീതിയിൽ ഉറച്ചതുണ്ടാവും. അങ്ങനെ വളരെയധികം ഉറച്ചൊരനുഭവം പറഞ്ഞുതരാം. ഇത് പറഞ്ഞ് മടുത്തതാണ്. പക്ഷെ ഇവിടെ അത് പ്രസക്തമാണ്. കാരണം ഇതേ സമാനാനുഭവം ആയിരക്കണക്കിന് പിന്നെ ഉണ്ടായിട്ടുണ്ടാവും, എങ്കിലും ഇത് പ്രാധാന്യേന ഉള്ളിൽ ഉറച്ചതാണ്. പണ്ട് സന്യാസ ദീക്ഷയ്ക്കൊക്കെ മുമ്പ് കറങ്ങുന്ന കാലമാണ്. അങ്ങനെ തെണ്ടി നടക്കുന്ന സമയത്ത് മഹാരാഷ്ട്രയിലാണ്. മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ച ദിവസങ്ങളായി. ഈ സമയത്താണ് ഒരമ്മ കുറെ നിലക്കടലൊക്കെ തന്നു. വിശപ്പിന്റെ വർധനവ് കൊണ്ട് അതൊക്കെ കഴിച്ചു. അതോടുകൂടി പ്രശ്നമായി, വയറ് രോഗമായി. കാരണം ഭക്ഷണങ്ങൾ മര്യാദയ്ക്ക് കഴിക്കാത്ത ഒരാള് പച്ച നിലക്കടല ധാരാളം കഴിച്ചാൽ എന്താ ഉണ്ടാവുക? ആകെ പ്രശ്നം. ഗ്യാസ് മാത്രമൊന്നും അല്ല, അവസാനം രക്തം അടക്കം വയറ്റിന്ന് പോകുന്ന അവസ്ഥ വരും. ഏതായാലും അങ്ങനെ നടന്ന് ഏകദേശം ഇപ്പോൾ ഓർമ്മ ശരിയാണെങ്കിൽ മന്മാട് അടുത്ത് എവിടെയോ ആണ്. വിശപ്പ്, ക്ഷീണം,
എല്ലാമായി ഒരു മരച്ചുവട്ടിൽ ഇരുന്ന് ഉറങ്ങിപ്പോയി. ഇത് കഥയല്ല, എത്രയോ പ്രാവശ്യം നമ്മൾ പറയാറുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞു. എപ്പോഴാണ് ഉറങ്ങിയത് എന്താണെന്നൊന്നും അറിയില്ല. ഒരു ലോറി വന്ന് അവിടെ നിന്നു. ഒരു വളരെ തേജസ്വിയായ ഒരാൾ, അതിൻ്റെ ഡ്രൈവർ, വെള്ള പൈജാമ, വെള്ള ജുബ്ബ, തലയെക്കെട്ട് എല്ലാം ഉണ്ട്, ഇറങ്ങി വന്നു. അങ്ങ് ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ? ഇല്ല. എന്നാ വരൂ. സന്തോഷമായിട്ട് കയറി. കുറച്ച് മുൻപിലൊരു ധാബ ഉണ്ട്, ധാബയിൽ പോയി. ഇദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ അവിടെ എല്ലാവരും ബഹുമാനപൂർവ്വമൊക്കെ പെരുമാറുന്നു. മഹാത്മാവ് ഒന്നും കഴിച്ചിട്ടില്ല, എല്ലാ ഭക്ഷണം പാത്രമൊക്കെ നല്ലോണം കഴുകണം കേട്ടോ എന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ നിന്ന് ചൂടുവെള്ളത്തിൽ എല്ലാ പാത്രവും രണ്ടാമതും കഴുകിക്കുക. എന്നിട്ട് ചോറ്, ചപ്പാത്തി, സബ്ജി, ദാല് എല്ലാം ഉണ്ട്. കഴിച്ചു. സന്തോഷം. അത്ര സ്വാദുള്ളൊരു ഭക്ഷണം അതിനു മുമ്പും പിമ്പും കഴിച്ചിട്ടില്ല. എന്തൊരു സന്തോഷം, എന്തൊരു സുഖം! ഓ, പെട്ടെന്ന് ഞെട്ടി ഉണർന്നു പോയി. ഒന്നുമില്ല, ദാലും ഇല്ല, സബ്ജിയില്ല, ഒന്നുമില്ല. വല്ലാത്തൊരു സങ്കടമാണ്. വല്ലാത്ത സങ്കടമായി എന്ന് മാത്രമല്ല, സത്യം പറയണമല്ലോ, അന്നാ വൃക്ഷത്തിന്റെ അടിയിലിരുന്ന് ഭഗവാനെ തന്നെ കുറെ തെറി പറഞ്ഞു. നിന്റെ വലിയ വാക്കുകളെയൊക്കെ വിശ്വസിച്ച് ഞങ്ങളെപ്പോലുള്ളവർ ഇറങ്ങി തിരിച്ച് ഞങ്ങളെ വേണം പറയുക. ഏത് യോഗക്ഷേമം വഹാമ്യഹം, കള്ളത്തരം പറയണു. അതെ, സത്യം പറയാത്. വെറുതെ ആളെ പാട്ടിലാക്കാൻ വേണ്ടിയിട്ട് ഓരോ കള്ളത്തരം പറഞ്ഞിട്ട് അത് വിശ്വസിക്കാൻ ഞങ്ങളെപ്പോലുള്ള കുറെ മൂഢന്മാര്. മര്യാദയ്ക്ക് സുഖമായിട്ട് വേറെ ജീവിച്ചിരുന്നെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ലായിരുന്നു എന്നൊക്കെ ഗീതയെയും ഭഗവാനെയും ഒക്കെ തെറി പറഞ്ഞു. അങ്ങനെ ഇരിക്കുക. അപ്പോൾ ഒരു ലോറി വന്നു. അവിടെ വന്നു വളരെ തേജസ്വിയായ വെള്ള പൈജാമ, ജുബ്ബ ഒക്കെ ഇട്ടിട്ടുള്ള ആളെ ഇറങ്ങി. അടുത്ത് വന്നു, തൊഴുതു. അങ്ങ് ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇല്ല, കഴിച്ചില്ല. എന്നാൽ എൻ്റെ കൂടെ വരും. അവിടെ നമ്മൾ ലോറി കയറി. ഞങ്ങൾ വർത്തമാനം പറഞ്ഞ് അങ്ങനെ പോയി. നല്ല നല്ല മനോഹരമായ ഹിന്ദിയാണ്. ഒരു ധാബയിൽ എത്തി, നിർത്തി. ഇദ്ദേഹത്തെ കണ്ടപ്പോൾ അവരൊക്കെ എല്ലാവർക്കും വലിയ സ്നേഹം ബഹുമാനമൊക്കെ ഉണ്ട്. അദ്ദേഹം പാത്രമൊക്കെ ചൂടുവെള്ളം കൊണ്ട് കഴുകാൻ പറഞ്ഞു. നല്ല സദ്യ തന്നെ. ചോറ്, ചപ്പാത്തി, സബ്ജി, ദാല്, അതിൽ ഖീറുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് അവസാനം ഒരു 101 ഉറുപ്പ്യ. എന്താ കഥ, അന്ന് 101 ഉറുപ്പ്യ കിട്ടുക എന്ന് പറഞ്ഞാൽ. എന്ന് മാത്രമല്ല, കഴിഞ്ഞില്ല, നാടകം കഴിഞ്ഞില്ല. അതേ അങ്ങ് എങ്ങോട്ടാ പോണത്? എങ്ങോട്ടാ പറയാ, എങ്ങോട്ടാ പോണ വായ വളർന്നു തോന്നും. അല്ലാണ്ട് എന്ത് ചെയ്യാനാ? എങ്ങോട്ടാ പോണെന്ന് വെച്ചാൽ ഇപ്പൊ എങ്ങോട്ട് പോനാ? അപ്പോ ഇവിടുന്ന് അധികം ദൂരം ഇല്ല നാസിക്കിലേക്ക്. ഞാൻ നാസിക്കിലേക്കാ പോണം. എന്നാ കയറിക്കോളൂ. ഇത് വലിയ ലോറി, അകത്തേക്ക് പോവില്ല, പുറത്ത് നിർത്താം. അവിടുന്ന് കുറച്ച് നടക്കാനേ ഉള്ളൂ പഞ്ചവടിയിലേക്ക്. സന്തോഷമായി. അങ്ങനെ അദ്ദേഹം നാസിക്കില് മെയിൻ റോഡിൽ പഞ്ചവടിയിലേക്ക് പോകേണ്ട കട്ട് റോഡിന്റെ അടുത്ത് നിർത്തി. കാരണം വലിയ വണ്ടിയാണ്. നമ്മൾ പഞ്ചവടിയിലേക്ക് പോവുകയും ചെയ്യും. ഇത് കഥയല്ല. ജീവിതത്തിൽ വളരെ സ്വാധീനം ചെയ്ത സ്വമായയ കൽപ്പിത ജീവലോകെ. അവിടെ ചോദ്യം ആദ്യം വിശന്ന് ക്ഷീണിച്ചിരിക്കുമ്പോ അദ്ദേഹം ഉണ്ടായിരുന്നോ? സദ്യ ഉണ്ടായിരുന്നോ? സുഖം ഉണ്ടായിരുന്നോ? ഇല്ല. അതും കഴിഞ്ഞ് സ്വപ്നത്തിൽ ഈ പറഞ്ഞ ഭക്ഷണം എല്ലാം കഴിച്ചപ്പോ സുഖം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഇത് വെറും സ്വപ്നമാണ്.
ഉള്ളതല്ല എന്ന് ബോധിച്ചപ്പോ സുഖം ഉണ്ടായിരുന്നോ? ഇല്ല. വീണ്ടും അതേ അനുഭവം ഉണ്ടായപ്പോ സുഖം ഉണ്ടായോ? ഉണ്ടായി. ഈ അവസ്ഥകളിലൊക്കെ ഞാനുണ്ടായോ? ഞാൻ എല്ലാ അവസ്ഥകളിലും ഉണ്ട്. ആദ്യത്തെ ദുഃഖത്തിലും ഞാനുണ്ട്, രണ്ടാമത്തെ സുഖത്തിലുമുണ്ട്, മൂന്നാമത്തെ ദുഃഖത്തിലുണ്ട്, നാലാമത്തെ സുഖത്തിലുമുണ്ട്. നാലവസ്ഥകളിൽ മാറാതെ ഞാനുണ്ട്. പക്ഷെ സദ്യ ഉള്ളപ്പം വിശപ്പില്ല, വിശപ്പുള്ളപ്പോ സദ്യ. ചിന്തിക്കുക. അപ്പൊ ഈ ഇതൊക്കെ സൃഷ്ടിച്ചതാരാ? ഞാൻ തന്നെയാ. വേറെ ആരാ? വേറെ ആരുമല്ല. എപ്പോഴും നമുക്ക് ഇതേപോലെ അതേ അനുഭവം വന്നോളണമെന്നില്ല, പക്ഷെ വരാം. ആ ഏതായാലും ഇത് വല്ലാത്തൊരു അനുഭവമായിരുന്നു. പിന്നെ പഞ്ചവടിയിൽ കഴിഞ്ഞു കുറച്ച് ദിവസം, പിന്നെ അങ്ങനെ പോയി, പിന്നെ അങ്ങനെ യാത്ര തുടരുകയാണ്. അപ്പോ ഈ സുഖവും ദുഃഖവും ഭുജിച്ചത് ഞാനല്ലേ? അതെ. സുഖദുഃഖ ഭോജനത്തിന് സാഹചര്യം ഉണ്ടാക്കിയതോ ഞാൻ തന്നെ. എങ്ങനെ? മായ കൽപ്പിത ജീവലോകെ. അത്രയുള്ളൂ. അപ്പൊ ജാഗ്രത മായല്ലേ? അതെ. ജാഗ്രതയിലുള്ളതൊക്കെ ഉള്ളത് തന്നെയാണോ? ഏയ്, അത് സ്വപ്നാണ്. പക്ഷെ വിഷയം അത് ഈ ദ്വൈതം, രണ്ട് ദ്വൈതമുണ്ട്. ദ്വൈതം ഈശസൃഷ്ടമായ ദ്വൈതവും ജീവസൃഷ്ടമായ ദ്വൈതവും. ജാഗ്രതാദി പ്രവേശാന്തോ സൃഷ്ടിരീശേന കൽപ്പിത. ഈക്ഷണാദി പ്രവേശാന്തോ. അപ്പൊ ഈ ജഗത്ത് സൃഷ്ടിക്കാം എന്നുള്ള ഈക്ഷണം മുതൽ ജീവകലയ പ്രവിഷ്ട എന്നുള്ള പ്രവേശം വരെയുള്ളത് ഈശ്വര സൃഷ്ടമായ ദ്വൈതമാണ്. ജാഗ്രതാദി വിമോക്ഷാന്ത, ജാഗ്രത മുതൽ മോക്ഷം വരെയുള്ള ദ്വൈതം ജീവൻ സൃഷ്ടിക്കുന്നതാണ്. ഇത് പറഞ്ഞാൽ പലർക്കും ഇഷ്ടപ്പെടില്ല കേട്ടോ. അപ്പൊ നമ്മുടെ ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും വിവേകവും സാധനയും എല്ലാം ആരെ ദ്വൈത? ജീവന്റെ ദ്വൈത. ഇത് സാധകന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല അത് പറഞ്ഞാൽ, പക്ഷെ സത്യം അതാണ്. അതൊക്കെ വരുമല്ലോ, അതൊക്കെ ഇതിന്റെ ഉള്ളിൽപ്പെട്ടതല്ലേ? ഇതിന്റെ ഉള്ളിൽപ്പെട്ടതല്ലേ ഇപ്പൊ അതൊക്കെ? ഈ ഉപനിഷത്തൊക്കെ ദ്വൈതാണോ അദ്വൈതാണോ? ദ്വൈതമാണ്. പഠിക്കലും പഠിപ്പിക്കലും ദ്വൈതാണോ അദ്വൈതാണോ? അദ്വൈത ഭാഷയാ ചോദ്യം നാപി നാസ്തി അത് ഉത്തരം. അദ്വൈതം ചോദ്യമില്ല, ഉത്തരവില്ല. അല്ല, അനുഭവങ്ങളെ ഉണ്ടാക്കുന്നതും വിലയിരുത്തുന്നതും വാസന അനുസരിച്ച് തന്നെയാണ്. അങ്ങനെ പറഞ്ഞാലേ കാര്യമുള്ളൂ. ശരി, അങ്ങനെ അതും കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്ത ഘട്ടം, മൂന്നാമത്തെ ഘട്ടമാകുമ്പോ അന്ധക്കരണം കൂടി വിശ്രമിക്കാൻ പോവാ. നേരത്തെ ബാഹ്യകരണങ്ങൾ വിശ്രമിച്ചു, അന്തഃകരണം വിശ്രമിച്ചിട്ടില്ല. ഇപ്പൊ അന്ധക്കരണവും വിശ്രമിക്കാൻ പോവാ. അതാണ് സുഷുപ്തി കാലേ സകലേ വിലീനേ. സുഷുപ്തി കാലത്തിൽ സകലവും വിലീനമായി. മനസ്സ്, ബുദ്ധി എല്ലാം വിലീനമായി. അപ്പൊ അവയുടെ സൃഷ്ടിയും വിലീനമായി. ഇപ്പൊ സ്വപ്നം ഇല്ല. ശബ്ദ സ്പർശ രൂപ രസ ഗന്ധങ്ങളോ സങ്കല്പ വികല്പങ്ങളോ ഒന്നുമില്ല. തമോഭിഭൂത, തമസാ അഭിഭൂത. തമോഭിഭൂത. ഈ കടലാസുള്ളവര് ഭൂത എന്ന് ദീർഘമാക്കണം, അതിൽ ഭൂതാന്നേ ഉള്ളൂ. തമോഭിഭൂത, തമസാ അഭിഭൂത. തമസിനാൽ അഭിഭൂതനായിട്ട്, അഭിഭവം ചെയ്യപ്പെട്ടിട്ട്. അഭിഭവം ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ കീഴ്പ്പെടുത്തപ്പെടുക, ഇല്ലാതാവുകയല്ല. രാമൻ കൃഷ്ണനെ അഭിഭവം ചെയ്തു എന്ന് പറഞ്ഞാൽ, രാമൻ എന്ന് പറഞ്ഞ ആള് കൃഷ്ണൻ എന്ന് പറഞ്ഞ ആളെ ബലമായി പിടിച്ച് താഴ്ത്തിയവിടെ വെച്ചു. കൃഷ്ണനെ കൊന്നിട്ടൊന്നുമില്ല, പക്ഷെ അഭിഭവം ചെയ്തു, കീഴ്പ്പെടുത്തി. അപ്പൊ തമസ അഭിഭൂത, തമസിനാൽ അഭിഭൂതനായിട്ട് സുഖരൂപമേതി, സുഖരൂപത്തെ പ്രാപിക്കുന്നു. സുഖായി.
ഒന്നും അറിഞ്ഞില്ല കേട്ടോ, അല്ലേ? ഒന്നും അറിഞ്ഞില്ല. പക്ഷെ സുഖമായിരുന്നു പരിപാടി. ഞാൻ എവിടെയായിരുന്നു ഒന്നും അറിയില്ല, പക്ഷെ സുഖം. ആ, ഇത് ആനന്ദാനുഭവമാണോ എന്ന് ചോദ്യം. ആനന്ദാനുഭവമല്ല, ആനന്ദ സ്ഫുരണമേ ഉള്ളൂ. ആനന്ദ സ്ഫുരണമേ ഉള്ളൂ സുഷുപ്തിയിൽ. ആനന്ദാനുഭവം ഉണ്ടായിരുന്നെങ്കിൽ സുഷുപ്തി കഴിഞ്ഞാൽ എല്ലാവരും തത്വജ്ഞാനികളാവേണ്ടിയിരുന്നു. അതില്ല, ആനന്ദ സ്ഫുരണമുണ്ട്. കാരണം ഈ അന്യ സൃഷ്ടി ചെയ്യുന്ന വൃത്തികളുടെ മറവൊന്ന് പിന്തിരിഞ്ഞപ്പോ തന്നെ ആനന്ദസ്ഫുരണമുണ്ട്. ചിന്തിക്കുക. അപ്പോ സുഷുപ്തികാലേ സകലേ വിലീനെ തമസ അഭിഭൂത സുഖരൂപമേതി, സുഖരൂപത്തെ പ്രാപിക്കുന്നു. അങ്ങനെ സുഖരൂപായി. ആ സുഖരൂപത്തിൽ അങ്ങ് മതിയായിരുന്നു ഇല്ലേ? അപ്പം സമ്മതിക്കില്ലല്ലോ. പുനശ്ച ജന്മാന്തര കർമ്മയോഗാത് സയേവ ജീവ സ്വപിതി പ്രബുദ്ധ. പുനശ്ച ജന്മാന്തര കർമ്മയോഗാത് സയേവ ജീവ സ്വപിതി പ്രബുദ്ധ. പുനഃ ച, വീണ്ടും തന്നെ, ജന്മാന്തര കർമ്മയോഗാത്, ഇവിടെ വിലയിച്ചിട്ടേ ഉള്ളൂ. ജീവഭാവം വിലയിച്ചിട്ടേ ഉള്ളൂ, പോയിട്ടില്ല. അതാണ് വിലീന, വിലീനനാണ്. തമോഭിഭൂത, തമസാൽ അഭിഭൂതനാണ്, ഇല്ലാതായിട്ടില്ല. അപ്പോ ആ കാരണഭാവത്തിൽ ജന്മാന്തര കർമ്മം മുഴുവൻ സൂക്ഷ്മരൂപത്തിൽ എന്ന് പറയാൻ പാടില്ല, കാരണരൂപത്തിലുണ്ട്. സൂക്ഷ്മരൂപവും കാരണരൂപവും രണ്ടിലാണ്. കാരണരൂപത്തിൽ ജന്മജന്മാന്തര കർമ്മങ്ങൾ കിടക്കുന്നുണ്ട് ജീവനിൽ. അതുകൊണ്ട് എന്ത് സംഭവിക്കും? സയേവ ജീവ സ്വപിതി പ്രബുദ്ധ, വീണ്ടും പ്രബുദ്ധനാകുന്നു, ഉണരുന്നു. ഉണരുന്നതോടുകൂടി ഇതെല്ലാം വന്നു. വീണ്ടും ഈ മായ കൽപ്പിതമായിരിക്കുന്ന എല്ലാ ലോകങ്ങളും പിന്നെയും വന്നു. സ്വപ്നവും ജാഗ്രതും. അതില് ചെറിയൊരു ഇടനാഴിയുടെ മുമ്പിലൂടെ അവിടെ ചാടി കിടക്കണ പോലെ ഉണ്ടാവുള്ളൂ പലർക്കും സ്വപ്നം. പലർക്കും, അതായത് ഒരു ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന് സങ്കല്പിക്കുക. സുഷുപ്തി, സ്വപ്നം, ജാഗ്രത്. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണ്. ഇതിൽ പലപ്പോഴും നമ്മൾ വിചാരിക്കും ഞാൻ സുഷുപ്തിയിൽ നിന്ന് നേരിട്ട് ഉണർന്നു എന്ന് വിചാരിക്കും. ഞാൻ സ്വപ്നം കണ്ടില്ല കേട്ടോ. സ്വപ്നം കണ്ടോ കേട്ടോ ഇല്ല എന്നുള്ളതല്ല, ഒരു അന്തരാളത്തിലൂടെ വേണം കിടക്കണം. അത് ചിലപ്പോൾ സ്പീഡിൽ ചാടി കിടന്നുണ്ടാവും, ചിലപ്പോൾ കുറെ നേരം തങ്ങി കിടന്നുണ്ടാവും, അത്രയേ ഉള്ളൂ. ഏതായാലും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോണതിന്റെ മധ്യത്തിൽ സ്വപ്നമുണ്ട്. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി, സ്വപ്നം, ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി, സ്വപ്നം, ജാഗ്രത് എന്നുള്ള രീതിയിലാണ് ഈ മൂന്ന് പുരത്തിലുള്ള നമ്മുടെ കളി. ഈ കളിയാണ് ഈ സംസാരം, അല്ലേ? അതാണ് പറയുന്നത്, പുരത്രയേ ക്രീഡതിയശ്ച ജീവ തതഃ സുജാതം സകലം വിചിത്രം. അവിടെ പാഠഭേദമുണ്ട്. പുരത്രയേ ക്രീഡതിയശ്ച ജീവ തതഃ തു, തതസ്തു ഒരു പാഠം. മറ്റൊരു പാഠം തതഃ സുജാതം. ഒരു പാഠം തതഃ തു ജാതം. മറ്റൊരു പാഠം തതഃ സുജാതം. സുജാതം ഒന്നിച്ചാവും. തതഃ തു ജാതം എന്നാണെങ്കിൽ വേർപെട്ടിട്ടാണ് തു ജാതം. തതഃ തു ജാതം ഒരു പാഠം. മറ്റൊരു പാഠം തതഃ സുജാതം. രണ്ടുമുണ്ട്, രണ്ടു തരത്തിലും കാണുന്നുണ്ട് പല ഉപനിഷത്തുകളിൽ. കാരണം ഈ മന്ത്രം പല സ്ഥലത്ത് ആവർത്തിക്കുന്നതാണ്. ഇത് കൈവല്യത്തിൽ മാത്രമുള്ള മന്ത്രമല്ല, പല ഉപനിഷത്തുകളിലും ഉണ്ട്.
അപ്പോ പുരത്രയേ ക്രീഡതി ജീവഹ, 3 പുരത്തിൽ കളിക്കുന്നു ജീവൻ. ഇതാണ് 3 പുരം. നമ്മള് ഭഗവാനെ ത്രിപുരാന്തകൻ, ത്രിപുരാരി എന്നൊക്കെ പറയാറുണ്ട്. പുരാരി, പുരമഥനൻ, പുരനാശകൻ എന്നൊക്കെ പല പേര് ശിവനുണ്ട്. ഈ 3 പുരങ്ങളെ നശിപ്പിക്കുന്നവനാ. ഏതാ 3 പുരങ്ങള്? ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി. ഇവയോടുള്ള താദാത്മ്യമാണ് ഈ സംസാരം. ആത്മബോധത്താൽ ഈ താദാത്മ്യത്തെ ഇല്ലാതാക്കുന്നതാണ് 3 പുരങ്ങളെയും നശിപ്പിക്കൽ. അപ്പൊ പുരത്രയേ ക്രീഡതി യശ്ച ജീവ, യഹ ജീവ, യാതൊരു ജീവൻ പുരത്രയേ ക്രീഡതി, 3 പുരത്തിലും കളിക്കുന്നു. കുറച്ച് ജാഗ്രത കളിക്കുന്നു, പിന്നെ സ്വപ്നത്തിൽ കളിക്കുന്നു, പിന്നെ സുഷുപ്തി കളിക്കുന്നു, തിരിച്ചും കെട്ടുന്നത്. എന്തൊരു കളിയാണിത്? ഇതിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. നമ്മളെല്ലാവരും ഇപ്പൊ നിലപെടുന്നത് കേട്ടിട്ട്, ജാഗ്രതത്തിൽ കേട്ട് പോയി, സ്വപ്നത്തിൽ പോയി, സുഷുപ്തി പോയി, തിരിച്ച് സ്വപ്നത്തിൽ പോയി, ജാഗ്രത പോയിട്ടായിരുന്നു വന്നിട്ടുള്ള. ചിലര് പല പ്രാവശ്യം പോകുന്നുണ്ടാവും, ഇല്ലേ? പറയാൻ വയ്യ. എന്നാ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോ ഒറ്റ പ്രാവശ്യം പോയാ സുഖ, ഉറക്കം മതിയായി, ഒരു സുഖം ഇല്ല കേട്ടോ. അത് ഉറങ്ങിയില്ലേ? ഉറങ്ങി. പിന്നെന്താ? കുറെ ഉറങ്ങി സ്വാമി എന്ന് വെച്ചാൽ എന്താ അതിന്റെ അർത്ഥം? ഉണരുക ഉറങ്ങുക, ഉണരുക ഉറങ്ങുക. അപ്പൊ സുഖമായില്ല. എന്തായാലും സുഷുപ്തി പോയിട്ട് ആനന്ദഭുക്ക്, ചേതോമുഖ, ആനന്ദഭുക്കായിട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഒരു സുഖമായി. എന്നിട്ടാ വന്നേ. ചിലരിവിടെ ഇരുന്നും പോണ ആൾക്കാരുണ്ടാവും. അത് നല്ലതാണ്, നല്ലൊരു അനുഭവം അല്ലേ? കാരണം ഇത് പഠിക്കാൻ പറ്റുന്നത് ആനന്ദത്തിനല്ലേ? അല്ല, ഈ ഉപനിഷത്തൊക്കെ എന്തിനാ പഠിക്കുന്നേ? ആനന്ദത്തിനാണ്. അപ്പൊ ഇരുന്ന ഇരിപ്പിൽ ആനന്ദം കിട്ടുക പറഞ്ഞാൽ അതൊരു ചെറിയ വിഷയമല്ലല്ലോ, വലിയ സൗഭാഗ്യല്ലേ? അല്ല, അതെ, അത് വലിയ സൗഭാഗ്യ. അപ്പൊ ഈ 3 പുരത്തിൽ മാറി മാറി കളിക്കുന്നു. തതഹ, അതുകൊണ്ടാണ് സകലം വിചിത്രം സുജാതം, ഈ വിചിത്രം മുഴുവൻ ഉണ്ടായിട്ടുള്ളത്. ഈ വിചിത്രതയാർന്ന സംസാരം മുഴുവൻ ഉണ്ടായിട്ടുള്ളത് ഈ 3 പുരങ്ങളിൽ ജീവൻ താതാത്മ്യത്തോടു കൂടി മാറി കളിക്കുന്നത് കൊണ്ടാണ്. മുഴുവൻ. ചിന്തിച്ചു നോക്കുക, എന്തൊക്കെ വിചിത്രതകളാണ്, എന്തെല്ലാം വിചിത്രതകളാണ്. നമ്മളൊരു ഒറ്റ ദിവസം ഒന്ന് അപഗ്രഥിച്ചാൽ മതി ഇരുന്നിട്ട്. ഇന്ന് ഞാൻ സ്വപ്നത്തിൽ ഇന്നലെ എന്തൊക്കെ, ജാഗ്രതത്തിൽ എന്തൊക്കെ ചെയ്തു ഇന്നലെ ഒന്ന് ഓർമ്മിച്ചാൽ മതി, ഇന്നലെ രാവിലെ മുതൽ. പക്ഷെ ഇപ്പൊ ഇവിടെ പാഠം എടുക്കുക ഇതായതുകൊണ്ട് ഏറെ ഒന്നും ഉണ്ടാവില്ല. എന്നാലും ഒന്നാലോചിക്കുക, ഇന്നലെ ഉണർന്നത് മുതൽ ഉറങ്ങുന്നത് വരെ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ ചിന്തിച്ചു, എന്തൊക്കെ സങ്കല്പിച്ചു. എത്ര കുശുമ്പ് അല്ലേ? എത്ര അസൂയ, എത്ര കാമം, എത്ര ക്രോധം, എത്ര ലോഭം, എത്ര മോഹം. എന്തൊക്കെ വേണ്ടാൻ തോന്നുന്നത് പറഞ്ഞു, എന്തൊക്കെ വേണ്ടാൻ തോന്നുന്നത് ചെയ്തു. ഇങ്ങനെ ഒരു കണക്കെടുത്ത് വെക്കുക. മുഴുവനൊന്നും കിട്ടില്ല, എന്നാലും ഒരു 60% നമുക്ക് ഓർമ്മിച്ചെടുക്കാൻ പറ്റും. അത് കഴിഞ്ഞ് ഉറക്കത്തിൽ, സ്വപ്നത്തിൽ എന്തൊക്കെ ഉണ്ടായി, കുറച്ചേ നമുക്ക് ഓർമ്മയിൽ ഉണ്ടാവുള്ളൂ, എന്നാലും ഉണ്ടാവും. ഇല്ലേ? കുറച്ചൊക്കെ ഉണ്ടാവില്ലേ? ഉണർന്നു കഴിഞ്ഞാൽ കുറെ പോവും, എന്നാലും കുറെയൊക്കെ ഉണ്ടാവും. സുഷുപ്തിയിൽ ഒന്നുമില്ല, തമോഭിഭൂത. ആ സുഷുപ്തി എത്ര മണിക്കൂർ ഉറങ്ങിയെന്ന് ആർക്കും ഒരു പിടി ഉണ്ടാവില്ല. അതും ഉണ്ടാവില്ല, അത് കണക്കെടുക്കാൻ പറ്റില്ല. ഒന്ന് ചാടിയാൻ കിടന്നാ പോരെ, സ്വപ്നത്തിൽ തങ്ങേണ്ട ആവശ്യമില്ല. സുഖാണ്, എന്നാല് വളരെ സുഖമാണ്. നല്ല പോലെ മനസ്സ് ശാന്തമായി ദിവസവും ജപസാധന, അതുപോലെ ധാരണാ ധ്യാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജാഗ്രത നേരിട്ട് പോണ പോലെ. പക്ഷെ അത് പോണ പോലെയാ, നടുക്കുന്നുണ്ട്, അതൊട്ട് ചാടിക്കിടക്കല. അതുകൊണ്ട് എനിക്ക് ഓർമ്മയിലുള്ളത് ഉണ്ടായിക്കൊള്ളണം എന്നില്ല അതിന്. പക്ഷെ ഇതിന് സ്വപ്നത്തെ നമ്മൾ വെറുക്കേണ്ട ആവശ്യമൊന്നുമില്ല, സുഖല്ലേ? നല്ല ടിക്കറ്റ് കൊടുക്കാണ്ട് സിനിമ കാണുന്ന പോലെ എന്തൊക്കെ കാണാം, നല്ലതാ, എനിക്കിഷ്ടാ ടിക്കറ്റ്.
അതാണ് ഉറക്കം, അതാണ് സുഷുപ്തി. നല്ല ഉറക്കം അതാണ്. സു നല്ല നല്ല സുപ്തിയാണ് സുഷുപ്തിയാവുന്നത്. സുസുപ്തി അതാണ് നല്ല ഉറക്കം. മറ്റേ നല്ല ഉറക്കമല്ല, എന്നാലും മറ്റൊരു സുഖാന്ന് പറയുക ഇല്ലേ? പല കാഴ്ചകളും കണ്ട് അത് ടിക്കറ്റ് കൊടുക്കാണ്ട് എന്തൊക്കെ കാണാം നമുക്ക്. അത് മനോരോഗികളുടെ സ്വപ്നാണ് കൂടുതൽ. ശരിയാണ്. ജാഗ്രതത്തിൽ വിവിധങ്ങളായ വിഭ്രാമകങ്ങളായ സ്വപ്നങ്ങളിലാണ് കടന്നു പോകുന്നത്. ശരി, ഏതായാലും തതഹ സുജാതം സകലം വിചിത്രം, അതിന് സംശയമൊന്നുമില്ല. വ്യക്താണല്ലോ ഇല്ലേ? അപ്പൊ ഈ 3 പുരങ്ങൾ ഇവയിൽ മാറിക്കളിക്കുന്നു. അപ്പൊ എങ്ങനെയാണ് ഇവയിൽ നിന്നുള്ള ഒരു മോചനം, ഈ വിചിത്രമായിരിക്കുന്ന സംസാരത്തിൽ നിന്നുള്ള മുക്തി എങ്ങനെയാണ്? അപ്പൊ പറയാണ് ഇതിന് വെളിയിലേക്ക്, ഇതിന് പുറത്തേക്ക് പോകണം എന്ന് പറഞ്ഞാല് ജീവഭാവമുള്ള കാലത്തോളം ഇത് ഉണ്ടാവും. ജീവഭാവം ഉള്ള കാലത്തോളം ജാഗ്രത സ്വപ്ന സുഷുപ്തികൾ ഉണ്ടാവും. പണ്ഡിതനായാലും പാമരനായാലും ജാഗ്രത സ്വപ്ന സുഷുപ്തികൾ ഉണ്ടാവും. ഈ പറഞ്ഞതുപോലെ അതിൽ ദൈർഘ്യങ്ങൾക്കൊക്കെ മാറ്റം വരാമെന്ന് മാത്രം. അപ്പൊ ഇതിനെ മുഴുവൻ തള്ളിക്കൊണ്ട് നമുക്കിതിനെ അതിക്രമിക്കാൻ സാധ്യമല്ല. പിന്നെ എങ്ങനെയാണ് ഈ 3നെ അതിക്രമിക്കുന്നത്? അവിടെയാണ് ആധാരമാനന്ദമഖണ്ഡബോധം യസ്മിൻ ലയം യാതി പുരത്രയം ച എന്ന മന്ത്രം വരുന്നത്. ഇത് വളരെ ശ്രദ്ധേയമാണ്. അല്പം കഴിഞ്ഞ് ശ്രദ്ധിക്കാം. ഓം ഭദ്രം കർണേഭിഃ ശൃണുയാമ ദേവാഃ ഭദ്രം പശ്യേമാക്ഷഭിര്യജത്രാഃ സ്ഥിരൈരംഗൈസ്തുഷ്ടവാംസസ്തനൂഭിർव्यसेम देवहितं यदायुः स्वस्ति न पूषा विश्ववेदाः स्वस्ति नस्तार्क्ष्यो अरिष्टनेमि स्वस्ति नो बृहस्पतिर्दधातु। ओम शांति शांति शांति। ओम सहना भवतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। ओम